അപ്പോൾ V380 കാറ്റഗറിയിൽ പെടുന്ന ക്യാമറകൾ നിങ്ങൾ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ക്യാമറകൾ എങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ നെറ്റ് വീട്ടിലുള്ള വൈഫൈയുമായി കണക്ട് ചെയ്ത് നമുക്ക് എവിടെ ഇരുന്നിട്ടും നമ്മുടെ ഫോണിൽ കാണാം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്യാമറ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് കാണേണ്ട ഈ ഒരു ക്യാമറ ഏത് ഫോണിലാണോ കണ്ടിരിക്കേണ്ടത് അതിനായിട്ടൊരു ഫോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് നെറ്റ് കൊടുക്കാനായിട്ട് ഞാനൊരു തൽക്കാലം ഒരു ഹോട്ട്സ്പോട്ട് എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിലെ വൈഫൈ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജിയോൻ്റെ മോഡം റൗട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യാം. തൽക്കാലം ഞാനൊരു ഫോണാണ് ഹോട്ട്സ്പോട്ടിനായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാമറ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ വൈഫൈ ഒന്ന് സെർച്ച് ചെയ്യാണ് ഈ ഫോണിനകത്ത്. എന്നിട്ട് ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഓൾറെഡി എൻ്റെ ക്യാമറ ഇതുമായിട്ട് വർക്കിംഗ് ആണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരും. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ, വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഡയറക്റ്റ് ഇതേപോലെ ജസ്റ്റ് ആദ്യം ക്യാമറ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാമറ വർക്കിംഗ് ആണ്. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ഈ ഒരു ഇൻ്റർഫേസിലോട്ട് തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇതാണ് ഹോം ഇൻ്റർഫേസ്. ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് 3 ഡോട്ട് കാണാം, കണ്ടോ? ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ടൊരു ടിക്ക് നിങ്ങൾക്ക് കാണാം, ബ്ലൂ കളറിൽ ടിക്ക്. അത് നമുക്ക് ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷനിലോട്ട് ടിക്ക് ഇട്ട് കൊടുക്കുക. ശേഷം സെലക്ട് യുവർ വൈഫൈ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്ലീസ് സെലക്ട് യുവർ വൈഫൈ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് വൈഫൈ റേഞ്ചുകൾ ഇവിടെ കാണാം. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടാക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് റേഞ്ചാണ് ഈ 4K Tech 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ആ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു വൈഫൈയുടെ പാസ്വേഡാണ്, ഇതിൻ്റെ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡാണ്. ആ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സേവ് അടിക്കാം. സേവ് അടിക്കുമ്പോൾ കണ്ടോ, ക്യാമറയിൽ നിന്നൊരു സൗണ്ട് വന്നു, വൈഫൈ കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇനി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് കൂടെ വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം സൗണ്ട് വന്നു, വൈഫൈ കണക്റ്റഡ്. അതായത് ഈ ഒരു ക്യാമറ ഈ ഒരു ഡിവൈസുമായി, ഈ ഒരു എൻ്റെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഓൺലൈനിലായിട്ടുണ്ട്, ഇത് സെർവറായിട്ട് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റായി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫോണിനകത്ത് മൊബൈൽ ഡാറ്റ ഓൺ ചെയ്താൽ എവിടെ ചെന്നാലും, ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഈ ഒരു ക്യാമറ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്താലുള്ള ഇതാണ്ടാണ്, അതായത് നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ വൈഫൈ ആയിട്ട് ഇത് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ ചെന്നാലും ഈ ഒരു വിഷ്വൽ, ഈ ഒരു ക്യാമറ നമുക്ക് ഈ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു ക്യാമറയും ഈ ഒരു ഫോണും തമ്മിലുള്ള വൈഫൈ ഡിസ്റ്റൻസ് എത്രയാണോ, ഹോട്ട്സ്പോട്ട് വൈഫൈ ഡിസ്റ്റൻസ് ഉണ്ട്, ഏകദേശം ഒരു 25 to 30 മീറ്റർ വരെയാണ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് കാരണം നമുക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഈ ഒരു ക്യാമറ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ വൈഫൈ ഡിസ്കണക്റ്റ് ആക്കുകയാണ്, എൻ്റെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ റേഞ്ചിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓൺലൈനിൽ കാണുന്നുണ്ട് ക്യാമറ. ഞാൻ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു നെറ്റിൻ്റെ ലാഗ് കാരണമാണ് ചിലപ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ക്യാമറ റൊട്ടേഷൻ ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു നെറ്റിൻ്റെ ലാഗ് കാരണമാണ് ഈ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കുന്നത്, കാണാൻ പറ്റുന്നത്. നിങ്ങളവിടെ നെറ്റ് എത്രത്തോളം സ്പീഡാണോ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ. ഇതിൻ്റെ ഈ ഒരു ഫോണിൽ റേഞ്ച് കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എവിടെ ഇരുന്നിട്ടും കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ മൊബൈൽ ഡാറ്റയിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾക്ക് അവിടെ കാണാം, മൊബൈൽ ഡാറ്റയിലാണ് ഇത് വർക്കാകുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ഏതൊരു ക്യാമറയും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള V380 കാറ്റഗറിയിൽപ്പെട്ടുള്ള എല്ലാ ക്യാമറയും ഇതുപോലെ തന്നെയാണ് നെറ്റുമായിട്ട് കോൺഫിഗർ ചെയ്യുന്നത്.